എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട 4 യുഗങ്ങളുടെ ചെറിയൊരു വിശദീകരണമാണ്. അതിൽ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ 4 യുഗങ്ങളെയാണ് ഇവിടെ ചതുർയുഗം എന്ന് പറയുന്നത്. ആ ചതുർയുഗത്തിലെ അവസാനത്തേതായ കലിയുഗമാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് സത്യയുഗത്തിൽ 17,28,000 വർഷവും പിന്നെ പറയുന്ന ത്രേതായുഗത്തിൽ 12,96,000 വർഷവും, അതുപോലെ ത്രേതായുഗത്തിൽ 8,64,000 വർഷവും, കലിയുഗത്തിൽ 4,32,000 വർഷവുമാണ് പറയുന്നത്. അതിൽ കലിയുഗം 5,000 വർഷം പിന്നിട്ട് കഴിഞ്ഞെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇവിടെ ഈ കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ യുഗങ്ങളിലൂടെയെല്ലാം പിന്തുടർന്നു വരുന്ന ആത്മാക്കൾക്ക് ഈ കലിയുഗത്തിൽ മോക്ഷം ഉറപ്പാണെന്നാണ് പറയുന്നത്. അതിനുള്ളൊരു പ്രോസസ്സാണ് ഈ കലിയുഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കലിയുഗത്തിലോ വളരെ കലിക്ക് പ്രധാനം കൽപ്പിക്കുന്നു. അതായത് എവിടെയും ദേഷ്യവും കോപം, വൈരാഗ്യം, പലവിധ തെറ്റായിട്ടുള്ള തമസിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങളാണ് കണ്ടുവരുന്നത്. കലിയുഗത്തിൽ ജീവാത്മാക്കൾക്ക് വളരെ ഗൗരവം കൂടും. അതായത് സത്യയുഗത്തിലെ യാതൊന്നും ഇപ്പോൾ കലിയുഗത്തിൽ വരുമ്പോൾ ഉണ്ടാവില്ല. കാരണം സത്യയുഗത്തിൽ എല്ലാം ദൈവതുല്യമായി ആണ് നടന്നിരുന്നത്. ത്രേതായുഗം എത്തിയപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നു. പതുക്കെ മായം പിടിപെടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ദ്വാപരയുഗത്തിൽ വന്നപ്പോൾ അതിനേലും കൂടുതൽ മായ പിടിപെട്ട് സത്യയുഗത്തിലെ പോലെയുള്ള മനുഷ്യൻ്റെ ജീവിതത്തിലൊക്കെ മാറ്റം വന്നു, സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നു. കലിയുഗം എന്ന് പറയുന്നത് തമസ്, രജോഗുണം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നിറഞ്ഞ് മനുഷ്യരെല്ലാം ലൗകിക ജീവിതത്തിനോടുള്ള ആർത്തിമൂത്ത് തമ്മിൽ കലഹങ്ങളും പലവിധ നെഗറ്റീവായിട്ടുള്ള കർമ്മപദ്ധതികളും ഒക്കെ രൂപപ്പെട്ട് സ്വഭാവം തന്നെ മാറി കലി ബാധിച്ച പോലെയാണ്. ഇന്നത്തെ കാലത്ത് പരസ്പരം ഒന്നും പറയാൻ പോലും പേടിയാണ്. ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾ പോലും തമ്മിൽ കലഹം, അച്ഛനമ്മ ബന്ധുമിത്രാദികളോട് ഒന്നും ഒരു മമതയോ ഒരു കടപ്പാടുകളോ ഒന്നുമില്ലാതെ പലവിധ ക്രൂരമായ വാക്കുകളും പ്രവൃത്തികളും കൊണ്ടും കലഹിച്ച് തമ്മിൽ മരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ കലിയുഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ കലിയുഗത്തിൻ്റെ പ്രത്യേകതയാണ്. കഴിഞ്ഞ യുഗങ്ങളിലൂടെ പുറപ്പെട്ട ജീവാത്മാക്കൾക്ക് അവർ ചെയ്തു പോയിരിക്കുന്ന സർവകർമ്മ ദോഷങ്ങൾക്ക്, പാപ ദുരിതങ്ങൾക്കെല്ലാം ഈ കലിയുഗത്തിൽ അതിനെല്ലാം പരിഹാരമായി അവയെല്ലാം നീക്കി സായുജ്യം അണയാനുള്ള ഒരു സാഹചര്യമുണ്ടെന്നാണ് പറയുന്നത്. അതായത് മനുഷ്യാത്മാവിൻ്റെ പ്രധാനമായൊരു ആഗ്രഹമാണ് അന്ത്യത്തിൽ മുക്തി പ്രാപിക്കുക എന്നുള്ളത്. അതായത് ദൈവസാന്നിധ്യം പോവുക എന്ന് പറയും നമ്മൾ. അതായത് ഈ ജന്മത്തിലെ സർവകർമ്മദോഷങ്ങളും പാപപരിഹാരങ്ങളൊക്കെ വന്ന് ആത്മാവ് നിത്യസായുജ്യത്തിലേക്ക്, നിത്യാനന്ദത്തിലേക്ക്, ദൈവസാന്നിധ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഭൂരിഭാഗം ജീവാത്മാക്കളുടെ ആഗ്രഹം. അത് പൂർത്തീകരിക്കാനുള്ളൊരു സാഹചര്യം ഈ കലിയുഗത്തിൽ വളരെ എളുപ്പമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനാണ് ഈ ദുരിതങ്ങൾ എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ. അതായത് നാം ഓരോരുത്തരും ചെയ്തു പോയ കർമ്മഫലത്തിൻ്റെ ദോഷങ്ങളുടെ അനന്തരഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ കലിയുഗത്തിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളെല്ലാം. അത് വ്യത്യസ്ത രീതിയിലാണ് ഓരോ ജീവാത്മാവിനും ഈ ദുരിതങ്ങൾ വന്നു ചേരുന്നത്. അത് ശാരീരികമായിട്ടുമാകാം, മാനസികമായിട്ടുമാകാം, പല വിധത്തിലാണ്. കോടാനുകോടി മനുഷ്യരാണ്. ഈ എല്ലാ ജീവാത്മാക്കൾക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ആത്മാവാണ് അനുഭവിക്കുന്നത്. ശരീരം പഞ്ചഭൂതാത്മകമായിട്ടുള്ള നിർമ്മിതമാണെങ്കിൽ അത് ഇവിടെ ഉപേക്ഷിക്കുമ്പോൾ അതിലിരുന്നും കൊണ്ട് ഈ ആത്മാവ് ചെയ്ത സർവകർമ്മ ദോഷങ്ങളെല്ലാം
ഈ മുക്തിക്ക്, ഈ സായുജ്യത്തിന് തടസ്സമാണ്. അത് അനുഭവവേദ്യ അനുഭവിച്ച് തീർത്തിട്ട് വേണം ഈ ജീവാത്മാവിന് മുക്തി പ്രാപിക്കാൻ. അത് ഈ ശരീരവും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതായത് പഞ്ചഭൂതാത്മകമായ ശരീരം കൊണ്ട് പലവിധ ദോഷകരമായ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും. പാപഭഗിലമായ പല കർമ്മങ്ങളും അറിഞ്ഞും അറിയാതെയും ഒരു ജീവാത്മാവ് ഈ ശരീരം കൊണ്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ ശരീരം പ്രകൃതിയുടെ വരദാനമാണ്. അതായത് ജീവാത്മാവിന് ദൈവം പഞ്ചഭൂതാത്മകമായി നൽകിയിരിക്കുന്ന അതിന് ഇരുന്ന് അതിൻ്റെ കർമ്മവാസനകൾ പൂർത്തീകരിക്കാനുള്ള ഉപകരണമാണ് ശരീരം. അപ്പോൾ നാം പാപഭഗിലമായ ജീവിത കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ശരീരത്തിനും കൂടി ബാധകമാണ്. അപ്പോൾ ഈ ശരീരം അത് ഇവിടെ കണക്ക് പറയേണ്ടി വരും എന്നാണ് പറയുന്നത്. നമ്മൾ പല തെറ്റായ കർമ്മങ്ങൾ ഈ ശരീരം കൊണ്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ ശരീരം പഞ്ചഭൂതത്തിലേക്ക് വീണ്ടും ലയിക്കുന്നതിന് മുന്നേ ഈ ശരീരം കൊണ്ട് ചെയ്ത പാപകർമ്മങ്ങളും ഇവിടെ പരിഹരിക്കേണ്ടി വരും. അതാണ് മരണസമയങ്ങളിലൊക്കെ കൂടുതൽ വേദനകൾ സഹിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയുന്നത്. അതിന് ഈ ആത്മാവാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഈ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ തരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നാം ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു പ്രോസസ്സിൽ നമ്മൾ പെട്ടിട്ടുണ്ടെന്നും അത് നാം ഈ ഭൂമിയിൽ ഈ കലിയുഗത്തിൽ അനുഭവിച്ച് തീരേണ്ടതുമാണെന്നുള്ള ഒരു തിരിച്ചറിവ് വന്നാൽ നമ്മളിപ്പോൾ അനുഭവിച്ചിട്ടിരിക്കുന്ന ഏത് കഷ്ടതകളും ധൈര്യസമേതം നമുക്ക് അത് സ്വാഗതം ചെയ്യാൻ കഴിയും. അത് ഈ കലിയുഗത്തിൽ പ്രത്യേകതയാണ്. കാരണം കഴിഞ്ഞ യുഗങ്ങളിലെല്ലാം പാപപരിഹാരത്തിന് വേണ്ടി നാം അനുവർത്തിച്ചു വന്നത് പലവിധ യാഗങ്ങൾ, പൂജകൾ, കുരുതികൾ, യജ്ഞങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള മഹത്തായ ക്രിയകളിലൂടെയാണ് പ്രായശ്ചിത്തമായിട്ട് നടത്തി വന്നത്. ഈ വക കർമ്മങ്ങൾ വഴിയാണ്. പക്ഷെ കലിയുഗത്തിൽ അത് പറയുന്നില്ല. കലിയുഗത്തിൽ അതിന് പ്രസക്തിയില്ല. കലിയുഗത്തിൽ ബ്രഹ്മത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് ലഭിക്കേണ്ടത്. എപ്പോൾ നമുക്ക് ഏകവും സർവമതസാരം ഏകമെന്ന് പറയുന്ന എല്ലാ മതങ്ങളും ഉദ്ഘോഷിക്കുന്ന ആ ഒരു ഏകത്വമാകുന്ന പരബ്രഹ്മം, അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം ഈ ജീവാത്മാവിന് ലഭിക്കാൻ സാധ്യത ഉണ്ടായാൽ ആ ജീവാത്മാവ് ശരീരം വിട്ടാൽ സ്പേസിൽ ചെന്നാൽ അവിടെ അടുത്ത യുഗത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണെന്നാണ് പറയുന്നത്. ആ തയ്യാറെടുപ്പിൻ്റെ ഒരു പ്രോസസ്സാണ് ഈ കലിയുഗത്തിൽ ഈ ഭൂമിയിൽ ജീവാത്മാവ് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ മഹായുഗങ്ങളിലെ കലിയുഗത്തിന് വളരെ ഒരു പ്രത്യേകത നമുക്ക് കണ്ടെത്താൻ കഴിയും. നാം ഇപ്പോൾ അനുഭവിക്കുന്ന ഏത് ക്ലേശങ്ങളും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഇന്നലെ നമ്മളായിട്ട് തന്നെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. അത് ഈ യുഗങ്ങളിലൂടെ അവസാനം ആയ കലിയുഗത്തിൽ ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. അപ്പോൾ ഏതെല്ലാം ആത്മാക്കൾ ബ്രഹ്മത്തെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകുന്നുവോ ഈ ആത്മാക്കളാണ് അടുത്ത യുഗത്തിലെ സത്യയുഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് ഈ കലിയുഗത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ കലിയുഗം നാം പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ, അതായത് നാം പോസിറ്റീവായിരിക്കുന്ന സത്യയുഗത്തിലൂടെ പുറപ്പെട്ട് ഇപ്പോൾ നമ്മളെല്ലാം ഒരു നെഗറ്റീവായ അവസ്ഥയിലാണ് ജീവിച്ചിരിക്കുന്നത്. അതായത് ആത്മാവിനെ നെഗറ്റീവായിട്ടുള്ള കർമ്മദോഷങ്ങൾ വ്യാപിച്ച് പലവിധ ദുരിതങ്ങളും തെറ്റായ മാർഗങ്ങളിലൂടെയും ചിന്തിച്ചും പ്രവർത്തിച്ചും ഒക്കെ നാം സമ്പാദിക്കുന്ന ഈ ദുരിതങ്ങൾക്ക് അന്തി കുറിക്കുകയാണ് ഈ കലിയുഗത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ കലിയുഗത്തിൽ അത് സമാപ്തി കുറിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജ്ഞാനം നമ്മൾക്ക് സിദ്ധിച്ചാൽ അവിടെ എല്ലാ ദുരിത പാപങ്ങളുടെയെല്ലാം പരിഹാരമായി ആത്മാവ് മുക്തി പ്രാപിക്കും. ഇത് ഒരു ബ്രഹ്മജ്ഞാനിയായ ഒരു വ്യക്തിയിലൂടെ ആണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് പറഞ്ഞു വച്ചിരിക്കുന്ന വേദഗ്രന്ഥങ്ങൾ അതെല്ലാം അന്ത്യം കുറിക്കുന്നത് ഈ കലിയുഗത്തിലാണ്. അവസാന യുഗമാണ് ഈ കലിയുഗം. ഇതെല്ലാം സത്യയുഗത്തിലേക്കുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അതായത് ആത്മാക്കളെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രോസസ്സ് ഈ കലിയുഗത്തിൽ നടക്കുന്നുണ്ട്. അതിൽ നിന്ന് തെളിഞ്ഞു വരുന്ന ആത്മാക്കളാണ് അടുത്ത സത്യയുഗത്തിലേക്ക് പോകുന്നത്. അപ്പോൾ കലിയുഗത്തിൻ്റെ മഹത്വം പറയേണ്ടതില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ കലിയുഗം വളരെ ഗുണപ്രദമായിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാകും. അതായത് പിന്നിട്ട യുഗങ്ങളിലൂടെ വന്ന് പലവിധ പാപകർമ്മങ്ങൾ ചെയ്ത് നരകതുല്യമൊക്കെ ജീവിച്ച്
പലവർക്കും ദ്രോഹങ്ങൾ ചെയ്ത്, നമുക്കും ദ്രോഹങ്ങൾ ചെയ്ത് ഈ കലിയുഗത്തിൽ വന്ന് ബ്രഹ്മജ്ഞാനം നേടുന്നതോടുകൂടി അവിടെ അത് അവസാനിക്കുന്നു. ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ അവ വീണ്ടും സത്യയുഗത്തിലേക്ക് പ്രവേശിക്കാൻ പ്രയാസമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സത്യയുഗത്തിലേക്ക് പ്രവേശിക്കുന്നത് ഈ കലിയുഗത്തിലാണ്. ഈ കലിയുഗത്തിൽ എല്ലാ ജീവാത്മാവും ക്രമത്തിൽ ബ്രഹ്മജ്ഞാനികളായി മാറും. ബ്രഹ്മത്തെക്കുറിച്ചുള്ള അവബോധങ്ങളുണ്ടാവും. അത് ബ്രഹ്മജ്ഞാനികളായ ഗുരുക്കന്മാരിൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ നാം ഇന്ന് പാപകർമ്മങ്ങൾക്കെല്ലാം ചെയ്തു വരുന്ന പരിഹാര മാർഗങ്ങളെല്ലാം വിട്ടുകൊണ്ട് ഏകവും നിത്യവും പരബ്രഹ്മവുമായ ആ ദൈവിക ചൈതന്യത്തിലേക്ക് ലയിക്കണമെങ്കിൽ നമുക്ക് ആ പരബ്രഹ്മത്തെക്കുറിച്ചുള്ള ഏക അവബോധം ഉണ്ടാവണം. അത് സാധിച്ചതും അറിഞ്ഞതും സാക്ഷാത്കരിച്ചിരിക്കുന്നതുമായിരിക്കുന്ന ഗുരുക്കന്മാരിൽ നിന്നാണ് അതറിയാൻ കഴിയുക. അവിടെ ഉപാധികളെല്ലാം ഉപേക്ഷിക്കുന്നു. അതായത് ദൈവാവബോധത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ഉപാധികൾ നാം സ്വീകരിച്ചുവോ അവിടെയെല്ലാം ഈ കലിയുഗത്തിൽ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വേണ്ടത് ജ്ഞാനമാണ്, ബ്രഹ്മജ്ഞാനമാണ്, സത്യത്തെക്കുറിച്ചുള്ള അവബോധം. ഈ അവബോധം കിട്ടുന്നത് വരെയും നാം ചെയ്ത കർമ്മദോഷങ്ങൾ പിന്തുടരേണ്ടി വരും. എന്നാൽ കലിയുഗത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും എല്ലാ ജീവാത്മാക്കളും ഈ തിരിച്ചറിവിൻ്റെ ഈ ഒരു പോസിറ്റീവായിരിക്കുന്ന പ്രോസസ്സിലൂടെ ആ ആത്മാക്കൾക്കെല്ലാം മോക്ഷപ്രാപ്തിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇതറിയാതെയാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ജീവിത ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ നമുക്ക് വലിയ ഭാരമായിട്ട് തോന്നുന്നതും പ്രയാസമായിട്ട് തോന്നുന്നതും നമ്മൾ വിഷമിച്ചും കരഞ്ഞുമൊക്കെ അതിനെ സ്വീകരിക്കുന്നതിൻ്റെ പശ്ചാത്തലം കലിയുഗത്തിലെ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ചുള്ള അവബോധമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഈ കലിയുഗം ശരിക്കും എല്ലാ ജീവാത്മാക്കൾക്കും സായുജ്യം നൽകുന്നതിനുള്ള ഒരു അന്തിമയുഗമാണെന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഈ കലിയുഗത്തിൽ നടക്കുന്നുണ്ട്. അതായത് അത് നേരത്തെ പറഞ്ഞല്ലോ, ആദിയിൽ മുതൽ ഉള്ള യുഗങ്ങളിലൂടെ ചെയ്തു പോരുന്ന പാപ പരിഹാരങ്ങൾക്കായി പ്രായശ്ചിത്തങ്ങളായിട്ട് പലവിധ യജ്ഞങ്ങൾ, യാഗങ്ങൾ, വലിയ വലിയ കുരുതികൾ, അങ്ങനെയൊക്കെയുള്ള ദൈവികമായ പരിഹാരമാർഗങ്ങളാണ് ചെയ്തു പോന്നിരുന്നത്. ബലിയർപ്പണങ്ങളൊക്കെ ഉണ്ടായ കാലഘട്ടങ്ങളുണ്ട്. അതെല്ലാം മനുഷ്യർ ഭൂമിയിൽ ജീവിച്ചു വരുമ്പോൾ അപ്പോൾ ചെയ്തു വരുന്ന കർമ്മഫലത്തിൻ്റെ തെറ്റായ അനന്തരഫലത്തിൻ്റെ പരിഹാരമാർഗങ്ങളായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നിരുന്നത്. പ്രത്യേകിച്ച് അന്ന് ഈ യാഗങ്ങളും യജ്ഞങ്ങളൊക്കെ നടത്തുമ്പോൾ അത് പ്രകൃതിയിലും അതിൻ്റെ പരിവർത്തനം നടക്കുന്നുണ്ട്. ചെയ്യുന്ന മനുഷ്യരിൽ സർവ്വജീവജാലങ്ങളിലൊക്കെ പല വിധത്തിലുള്ള പരിവർത്തനം നടക്കുമ്പോൾ മനുഷ്യനിലെ പാപദോഷ കർമ്മങ്ങളെല്ലാം നീങ്ങും എന്നാണ് വിശ്വാസം. ആ രീതിയിലായിരുന്നു അന്നത്തെ കാലഘട്ടങ്ങളിലൊക്കെ ഈ പരിഹാര മാർഗം കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഹൃദയം തുറന്നുള്ള പ്രാർത്ഥനയാണ്. കാരണം അതിനുള്ള സമയങ്ങളില്ല. ഇപ്പോൾ നോക്കൂ, ദേവാലയങ്ങൾ, ആരാധനാലയങ്ങൾ, അങ്ങനെയുള്ള പൊതു ആധ്യാത്മിക കേന്ദ്രങ്ങളിലൊക്കെ പ്രഭാഷണങ്ങൾ, ആധ്യാത്മികമായ ക്ലാസ്സുകൾ, ലളിതമായ സാധനമുറകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഭൂരിഭാഗം നോക്കിക്കൊള്ളൂ. അന്നത്തെ പോലെയൊക്കെയുള്ള യാതൊരുവിധ യജ്ഞങ്ങൾ, യാഗങ്ങൾ ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല. ഇപ്പോൾ ക്ഷേത്ര ആരാധനകളിലാണ് മുഴുകിയിരിക്കുന്നത്. അവിടെ വ്യത്യസ്ത രീതിയിലുള്ള സങ്കല്പങ്ങളും അവിടെ ദേവഗണങ്ങളെയൊക്കെ വെച്ച് ആരാധിച്ച് പരിഹാരമാർഗ്ഗങ്ങൾ കാണുന്ന ഒരു രീതിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെയൊക്കെ ഇപ്പോൾ നല്ല ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, ക്ലാസ്സുകൾ, അതുപോലെ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം, അതൊക്കെ ഇന്ന് നമ്മുടെ ആരാധനാലയങ്ങളിൽ സുലഭമായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും. പണ്ടങ്ങനെ അല്ല. അപ്പോൾ ഈ കലിയുഗത്തിൽ പ്രായശ്ചിത്തമായിട്ട് നാം ചെയ്യേണ്ടത് ആ പരബ്രഹ്മ ദൈവ അവബോധത്തോടുകൂടി അവിടുത്തെ സന്നിധിയിൽ അവിടുന്ന് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഉള്ള പ്രാർത്ഥനകൾക്കാണ് പ്രധാനം. ഈ കാലഘട്ടങ്ങളിൽ അതാണ്. അതിന് വേണ്ടുന്ന രീതിയിലുള്ളൊരു മനസ്സ് തയ്യാറായി ഹൃദയശുദ്ധിയോടുകൂടി, ഹൃദയം പരിവർത്തനം വരുന്നതിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സർവ്വ ദോഷങ്ങളും നീങ്ങിപ്പോകുവാൻ വേണ്ടി നാം പശ്ചാത്താപിച്ച് പ്രാർത്ഥിച്ച് ലളിതമായ രീതിയിലുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് മുക്തി പ്രാപിക്കാനാണ് പറയുന്നത്. ഈ കാലഘട്ടങ്ങളിൽ അതിനാണ് പ്രസക്തി.
അല്ലാതെ യാഗങ്ങളും യജ്ഞങ്ങളും ഒരുപാട് പൈസയൊക്കെ മുടക്കി ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യാതൊരു ഗുണമില്ല എന്നാണ് വേദങ്ങളിൽ പറയുന്നത്. ഇവിടെ മനുഷ്യൻ സമർപ്പണമാണ്, ദൈവത്തിലേക്ക് അടുക്കാനാണ് പറയുന്നത്. സർവ്വ സൃഷ്ടിജാലങ്ങളെയും പരിപാലിച്ചു പോരുന്ന ആ ഏതോ ഒരു മഹാശക്തി, അതിനോടാണ് നമ്മൾ ദൈവമെന്ന് കാണുന്നത്. ആ ദൈവസന്നിധിയിലേക്ക് അടുക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. ആ അടുക്കുന്നതിനുള്ളൊരു വഴിയുണ്ട്, അത് ആത്മജ്ഞാനം വഴിയാണ്. അത് ബ്രഹ്മജ്ഞാനികളായ ഗുരുക്കന്മാരിൽ നിന്നാണ് അറിയേണ്ടത്. അവരാണ് ജീവാത്മാക്കളെയെല്ലാം ആ ദൈവസന്നിധിയിലേക്ക് അറിവ് നൽകി, അതായത് ബ്രഹ്മജ്ഞാനം ആത്മജ്ഞാനം നൽകി പരിപാവനമായ ആ ദൈവ ചൈതന്യമായിരിക്കുന്ന പോസിറ്റീവ് എനർജിയിലേക്ക് ജീവാത്മാവിലെ സർവ്വ നെഗറ്റീവ് എനർജികളെല്ലാം നീക്കി അതിൽ കൂടെയൊക്കെ പോകാതെ അങ്ങനെയുള്ള കർമ്മങ്ങൾ നിർവഹിക്കാതെ പരിപാവനവും പരിശുദ്ധമായ ദൈവസന്നിധിയിലേക്ക് അടുക്കുവാനും അവിടെ ആത്മാക്കൾക്ക് മോക്ഷം പ്രാപിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഈ ബ്രഹ്മജ്ഞാനിയാണ്. സ്വാഭാവികമായിട്ടും ആ ബ്രഹ്മജ്ഞാനിയുടെ ആത്മാവ് പരബ്രഹ്മവുമായി ലിങ്കായിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അവിടെ നിന്നുള്ള ജ്ഞാനം മറ്റുള്ള ജീവാത്മാക്കൾക്ക് നൽകി ആത്മശുദ്ധി വരുത്താൻ കഴിയുന്നത്. ഇതാണ് കലിയുഗത്തിൽ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന പാപദുരിതങ്ങൾക്കെല്ലാം വേണ്ടുന്ന പരിഹാരം. നമസ്തേ.